അസ്സലാമു അലൈക്കും. ഇപ്പം ഇന്ന് നമുക്കൊരു ഫ്രോക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങാണ്. 6 വയസ്സായ കുട്ടീൻ്റെ അളവിലാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ക്രൈപ്പിൻ്റെ ലൈനിങ്ങാണ് ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത്. യോക്കിനായിട്ട് ഒരു ലൈനിങ് പീസ് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഒരു 12 ഇഞ്ചിൽ ഒരു പീസ് കട്ട് എടുക്കുക. ഇത് കോളർ വെച്ചിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിൽ ക്യാമറ ഓഫായി പോയിക്കണേ ഇത് കട്ട് ചെയ്യണത്. അപ്പോൾ ഞാനൊന്ന് പറഞ്ഞു തരാം, നിങ്ങളതേപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഫോൾഡ് ആയി കിടക്കണ ആ സൈഡിൽ നിന്ന് ഇതിൻ്റെ ബാക്ക് പീസ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ കോളറുള്ള ഡ്രസ്സിന് കറക്റ്റ് മെഷർമെൻറ്റ് നിങ്ങൾ ബോഡിയിൽ നിന്ന് എടുത്തിട്ട് ആ കറക്റ്റ് ഷോൾഡർ തന്നെ മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഷോൾഡർ ഞാനിവിടെ 5.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. 5.25 ഇഞ്ചാണ് കൈക്കുഴി എടുത്തിട്ടുള്ളത്. ഷോൾഡറിന് സ്ലോപ്പ് കൊടുത്തിട്ടുണ്ടോ 1/4 ഇഞ്ച്, അതുകൊണ്ട് 5.5 ഇഞ്ചാണ് കൈക്കുഴി വരിക. ഒരു 2.5 ഇഞ്ച് നെക്കിൻ്റെ വിടുത്ത് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇറക്കൊരു 3/4 ഇഞ്ചും. ഇനി ചെസ്റ്റ് അളവ് ഞാനൊരു 6.5 ഇഞ്ച് മാർക്ക് ചെയ്തു. 2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടു. ഷേപ്പിൻ്റെ താഴേക്ക് 6 ഇഞ്ച് കൊടുത്തു. 2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ബാക്ക് പീസാണ്. ഇത് കോളർ വെച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് 3/4 ഇഞ്ചാണ് ഇതിൻ്റെ ഇറക്കം കൊടുത്തിട്ടുള്ളത്. ഇതാ ഫ്രണ്ട് പീസ് നിങ്ങൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ബാക്ക് പീസിനെക്കാട്ടിലും ഫ്രണ്ടിക്ക് തള്ളിയിട്ട് ഓപ്പൺ സൈഡ് 2 ഇഞ്ച് അവിടെ നമ്മൾ ബട്ടൺ വെച്ച് കൊടുക്കാനാണ്. 2 ഇഞ്ച് എക്സ്ട്രാ കട്ട് ചെയ്തെടുക്കണം. ഒന്നുകൂടി നോക്കുക, അളവുകൾ കറക്റ്റാണ്. 2.5 ഇഞ്ച് ഷോൾഡർ, 5.5 ഇഞ്ച് ചെസ്റ്റ്, 6.5 6 ഇഞ്ച്, 2 ഇഞ്ച്. ഫ്രണ്ട് 2 ഇഞ്ച് എക്സ്ട്രാ ഞാൻ എടുത്തത് കേട്ടോ. നമ്മൾ കോട്ടിനൊക്കെ എടുക്കുള്ളതേ ഈ ബട്ടനൊക്കെ വെച്ച് ഷർട്ടിന് അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ അതുപോലെ എടുക്കും. അതുപോലെ നിങ്ങളെടുത്ത് നിങ്ങൾക്കിത് വേണ്ടാന്നുണ്ടെങ്കിൽ, ബട്ടൺ വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. ഈ ഭാഗം 2 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കണ്ട. ബാക്കിൽ സിബാണെങ്കിൽ ബാക്കിൽ സിബിന് കൊടുത്താൽ മതി. അപ്പോൾ ആ ഭാഗം മാത്രമേ കറക്റ്റ് അല്ലാത്തുള്ളൂ. പിന്നെ നെക്കിൻ്റെ താഴേക്ക് 2.5 ഇഞ്ചാണ് ഫ്രണ്ട് ഇറക്കി കൊടുത്തത്. എന്നിട്ടൊന്ന് റൗണ്ട് ചെയ്ത് കട്ട് ചെയ്തെടുത്തു. ഇനി ഈ ലൈനിങ്ങിന് വേണ്ടി ഇതിൻ്റെ മെയിൻ പീസ് ഇതാണ്. ഈ പ്രിൻ്റായിട്ടുള്ള ഈ ഷിഫോണിൻ്റെ തുണിയാണ് ഞാൻ എടുത്തത്. അത് ഇതുപോലെ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കും ഫ്രണ്ടുക്കും വേണ്ടിയിട്ട് വെട്ടി മാറ്റി വെക്കുക. അതിന് ശേഷം ഇതിൻ്റെ താഴേക്ക് സ്കേർട്ട് പാർട്ടിന് ലൈനിങ്ങാണ് എടുക്കുന്നത്. ഇതിൻ്റെ യോക്ക് വന്നത് ഒരു 9 ഇഞ്ചാണ്, 9.5 ഇഞ്ചാണ് വന്നത്. 1/2 ഇഞ്ച് താഴെ തയ്യൽ തുമ്പ്, മുകളിലൊരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ടുണ്ട്. തയ്യൽ തുമ്പ് വിട്ടിട്ട് 9.5 ഇഞ്ചാണ് ഇതിൻ്റെ യോക്ക് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ബാക്കിയാണ് ഈ സ്കേർട്ടിൻ്റെ ഈ ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. എത്രയാണോ നിങ്ങൾക്ക് ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ച് മാർക്ക് ചെയ്യാം. അങ്ങനിപ്പോൾ ഇത് ലൈനിങ്ങിൽ ഒരു 21 ഇഞ്ചാണ് മാർക്ക് ചെയ്തെടുത്തപ്പോൾ ഞാൻ 22 ഇഞ്ചിൽ കട്ട് ചെയ്തെടുക്കും. താഴെ ഒരു ഇഞ്ച് കട്ട് ചെയ്ത് കളയാനുണ്ട്. ലൈനിങ് എത്രയാണോ വീതി അത് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം എനിക്ക് ഇവിടെ നെറ്റ് കുഴഞ്ഞിരിക്കുന്ന നെറ്റാണ് കിട്ടിയത്. അപ്പോൾ ഇത് എനിക്ക് തന്നത് 4 മീറ്ററാണ് നെറ്റ്. പ്രിൻ്റായിട്ടുള്ള ഷിഫോൺ തന്നത് 1/2 മീറ്ററുമാണ് കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ നല്ല വീതി ഉണ്ട്. അപ്പോൾ ഇത് ഞാനിങ്ങനെ എത്ര വീതിയിലാണോ കിട്ടിയത് അത് ഇതുപോലെ മടക്കിയിട്ടിട്ട് ഇതിൻ്റെ താഴെ നിന്ന് മുകളിലേക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്തെടുക്കുക. എനിക്കിവിടെ യോക്ക് കഴിഞ്ഞിട്ട് വേണ്ടത് 22 ഇഞ്ചാണ്.
നമുക്ക് ലൈനിങ് തുണി ഇടുന്നത് 21 ഇഞ്ചാണ്. അതിനേക്കാട്ടിൽ 1 ഇഞ്ച് കൂട്ടിയിട്ട് 22 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുക. ലൈനിങ് ഇപ്പോഴും മെയിൻ തുണിനേക്കാട്ടിലും പൊങ്ങി നിൽക്കണം, അല്ലെങ്കിൽ അത് താഴെ കൂടെ തൂങ്ങി കാണാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് 1 ഇഞ്ച് കുറച്ചിട്ട് ഇതുപോലെ എടുക്കുക. 22 ഇഞ്ചിൽ 1 ഇഞ്ചോ 3/4 ഇഞ്ചൊക്കെ താഴെ മടക്കി നമ്മൾ തയ്ച്ച് കൊടുക്കുക. ലോക്ക് വേണമെങ്കിൽ ലോക്ക് ചെയ്തെടുക്കുക കേട്ടോ അതിന് താഴെ. ഇത് 2 സ്റ്റെപ്പായിട്ടാണ് ഞാൻ ഞെറിവിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇത് താഴെ പോയി വെട്ടിയ പീസ് ഇതുപോലെ ഒരു പീസും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് 22 ഇഞ്ചിൽ തന്നെ. ഇതുപോലെയാണ്. ഇനി അതിൻ്റെ മടക്കിയിട്ട് അതുപോലെ തന്നെ കൊണ്ട് ഇതിൻ്റെ മുകൾക്ക് ഇതിൽ ചെറിയ പെയിൻറ്റെന്തോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന രീതിയിലാണ് ഞാൻ ഈ പീസ് എടുക്കണേ. ആദ്യത്തിൽ കറകളോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അത് മുകളിലേക്ക് വരുന്ന രീതിയിലും. ഇത് കഴുകുമ്പോൾ ചിലപ്പോൾ പോകുമായിരിക്കും. ഇപ്പോൾ 4 മീറ്റർ ആണെങ്കിൽ ഇത് നല്ല വീതി ഉണ്ട് കേട്ടോ ഈ നെറ്റിന്. അതുകൊണ്ടാണ് നമുക്ക് രണ്ടാമത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ കിട്ടിയത്. കുഴഞ്ഞിരിക്കണ നെറ്റുണ്ടല്ലോ, നന്നായിട്ട് സ്റ്റിഫ് പോലെയല്ല ഈ നെറ്റ്, സോഫ്റ്റ് നെറ്റാണ്. അപ്പോൾ ഇതാ രണ്ടാമത്തെ ഞൊറിവിന് വേണ്ടി എടുത്തതിന് ഇതിൽ ബാക്കി വരുന്ന ഈ പീസ് ഉണ്ടല്ലോ, ഇതുകൊണ്ട് വേണം നമ്മൾ സ്ലീവ് കൊടുക്കാനാണ്. അതിന് പ്രിൻ്റായിട്ടുള്ള ഭാഗം ഷിഫോണിൽ വരുന്ന തുണി നിങ്ങൾക്ക് കയ്യിന് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അതാ ഒന്നും കൂടി നല്ലത്. എനിക്കിവിടെ കിട്ടിയിട്ടില്ല ഈ തുണിയിൽ നിന്ന് 1/2 മീറ്റർ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ ബാക്കി വന്ന നെറ്റിൽ നിന്ന് തന്നെയാണ് സ്ലീവ് കൊടുക്കുന്നത്. ഇതുപോലെ മെയിൻ തുണിനെ യോജിപ്പിച്ചെടുക്കുക കേട്ടോ ലൈനിങ് തുണിയായിട്ട്. കുഴഞ്ഞിരിക്കണ തുണി ആയതുകൊണ്ട് ഇത്തിരി കരുതിയിട്ടടിക്കണം, വളഞ്ഞ് തിരിഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ അത് അരയാകുമ്പോൾ ഒരു 3/4 1 മീറ്റർ വാങ്ങിയിട്ട് ഇതിൻ്റെ സ്ലീവിന് കൊടുക്കാം. ഇതിൻ്റെ സ്ലീവ് മാറ്റി കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുൾ സ്ലീവ് ആക്കിയൊക്കെ കൊടുക്കാം കേട്ടോ. എന്നിട്ട് ചെറിയൊരു ഞൊറിവ് കൈക്കുഴീൻ്റെ അവിടെ നമ്മൾ ഈ നെക്കിൻ്റെ ഭാഗം കൊടുക്കണ പോലെ തന്നെ കൈക്കുഴീൻ്റെ അവിടെയും കൊടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒക്കെ മാറ്റി കൊടുക്കാം കേട്ടോ. എക്സ്ട്രാ വന്ന തുമ്പുകൾ ഇതുപോലെ കറക്റ്റാക്കി വെട്ടി കൊടുക്കാം കേട്ടോ. ഇനി ഫ്രണ്ട് പീസ് ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഞാനൊരു ക്യാൻവാസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. 3/4 ഇഞ്ച് വീതി മതി ക്യാൻവാസിന്. അപ്പോൾ ഞാൻ അയൺ ചെയ്തെടുക്കണില്ല, ഞാൻ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇതിൻ്റെ അറ്റത്ത് 3/4 ഇഞ്ചിൽ 1 ഇഞ്ചാണെങ്കിൽ 3/4 ഇഞ്ചിൽ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ക്യാൻവാസ് ഇതിങ്ങനെ മടക്കി കൊടുക്കാനാണ്.
ഈ ബട്ടൺ വെക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 സൈഡിലും കൊടുക്കണമെന്നില്ല. ബട്ടൻ്റെ ഭാഗത്ത് കൊടുക്കാതിരിക്കുക കേട്ടോ. ബട്ടൺ ഹോളിൻ്റെ മാത്രം കൊടുത്താൽ മതി. ഇത് കൊടുക്കണത് കുഴഞ്ഞിരിക്കുന്ന തുണി ആയതുകൊണ്ട് ഒന്ന് സ്റ്റിഫായിട്ട് നിൽക്കും ചെയ്യും, ഒന്ന് കുഴഞ്ഞിരിക്കും ചെയ്യും. അതുകൊണ്ട് ഞാൻ 2 ഭാഗത്തും സ്റ്റിഫ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ക്യാൻവാസ് കൊടുത്തതിന് ശേഷം അതൊന്ന് പതിച്ച് കൊടുത്തിട്ട് ഒന്ന് മടക്കി കൊടുത്ത് വീണ്ടും ഒന്ന് മടക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്തത്. എക്സ്ട്രാ വന്ന തയ്യൽ തുമ്പൊക്കെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ലൈനിങ് വെച്ചപ്പോൾ ചെറിയൊരു കളറിന് വ്യത്യാസമുണ്ട് കേട്ടോ. കുഴപ്പമില്ല, നെറ്റ് ഇതേ കളറായതുകൊണ്ട്. ഇതായി പീസിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്യാൻവാസ് ഇല്ലാതെ തയ്ച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അയൺ ചെയ്യാനോ അയൺ ബോക്സ് കാര്യങ്ങളൊന്നും ഇല്ലാത്തവർ വേണമെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അതിന് കരുതുള്ളിലേക്ക് മടങ്ങി പോകുമ്പോൾ സ്റ്റിച്ച് കാണൂല. ആദ്യം ഒന്ന് ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. എന്നിട്ട് വീണ്ടും ഒന്ന് മടക്കി കൊടുത്താൽ മതി. നിങ്ങൾക്ക് എങ്ങനെയാണോ എളുപ്പം അതുപോലെ ചെയ്തെടുക്കുക. ഇപ്പോൾ 3/4 ഇഞ്ച് വീതി മാത്രം മതി കേട്ടോ. കുട്ടികൾക്കും കൂടെ ആകുമ്പോൾ അധികം ഒരുപാട് വലിയ 1 ഇഞ്ചൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു വൃത്തികേടായി കാണും. രണ്ട് പീസ് ഇതുപോലെ വെച്ച് നോക്കുക കേട്ടോ. എന്നിട്ട് എന്തെങ്കിലും കളക്ഷൻ ചെയ്യാനുണ്ടെങ്കിൽ നെക്കിൻ്റെ ഭാഗത്ത് കട്ട് ചെയ്ത് പാകത്തിനാക്കി കൊടുക്കുക. ഒരു പോയിൻ്റ് എന്തായാലും ഒന്ന് കട്ട് ചെയ്ത് കളയേണ്ടി വരും. ഈ ഷോൾഡർ യോജിപ്പിച്ചെടുക്കുക കേട്ടോ. ഷോൾഡറിൻ്റെ സ്ലോപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കൈക്കുഴി 5.25 ഇഞ്ച് ഇറക്കി കൊടുത്തത്. 5.25 5.5 മതി കൈക്കുഴി. കോളർ അല്ലെങ്കിൽ ഈ കോളർ വരുമ്പോൾ ഷോൾഡർ സ്ലോപ്പ് കൊടുത്താലേ വൃത്തിയായി നിൽക്കുള്ളൂ ഷോൾഡറിൻ്റെ ആ ഭാഗമൊക്കെ. ഇനി ഇതിനൊരു ഫ്രില്ലിട്ട് കൊടുക്കുകയാണ്. നെക്കിൻ്റെ ഭാഗത്ത് ഇതിനൊക്കെ ക്യാമറ ബാക്ക് അടിഞ്ഞു പോയതാണ്. ഫസ്റ്റ് ഞാൻ യോക്കിൻ്റെ ഭാഗം കട്ട് ചെയ്യുന്ന വീഡിയോ ഉണ്ടാക്കുന്നത് അങ്ങനെയാണ് മിസ്സായത്. അപ്പോൾ 1.5 ഇഞ്ചിൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് താഴെ ഭാഗം നന്നായിട്ടൊന്ന് ചുരുട്ടി മടക്കി തയ്ച്ചു കൊടുത്തു. അതിന് ശേഷം ചെറിയ ചെറിയ ഞെറിവുകൾ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ചെയ്തെടുക്കുക. എത്ര ലെങ്ത്ത് വേണം നിങ്ങളോട് ഞാൻ പറയണില്ല, അത് നിങ്ങൾ വെച്ച് നോക്കിയിട്ട് എടുക്കുക കേട്ടോ. ഞാൻ ഇത്തിരി അധികം എടുത്തിട്ടുണ്ട്. ഇതിൽ ബാക്കി വരുന്ന പീസ് കുറച്ചും കൂടെ യോജിപ്പിച്ചിട്ട് ഞാനൊരു പൂവ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി നീളത്തിലാണ് ഞാൻ എടുത്തത്. ഇതിൻ്റെ ഈ അറ്റ ഭാഗം കണ്ടോ, അറ്റം നമ്മൾ ഞെറിവിട്ട് കൊടുത്തപ്പോൾ തന്നെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഞെറിവിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ അറ്റ ഇങ്ങനെ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മുകളിലേക്ക് പോകണം. നമ്മൾ കോളർ വെച്ച് വരുമ്പോൾ ഒരു ഭാഗം ഞാൻ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായി. സ്റ്റാർട്ട് ചെയ്യണ ഭാഗത്ത് തയ്യൽ തുമ്പ് 1.5 ഇഞ്ചിൻ്റെ ഈ വീതിയുടെ ഭാഗം കേട്ടോ. മുകളിലേക്ക്
ഒന്ന് ചെറിയ രീതിയിലൊന്ന് മടക്കി ഞൊറിവിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഈ അറ്റം കാണില്ല. ഇനി ഇതാ നെക്കിൻ്റെ ഈ ഭാഗത്ത് തയ്യൽ തുമ്പ് ചേർത്ത് ഇതുപോലെ റൗണ്ടിന് വെച്ചെടുക്കുക കേട്ടോ. അറ്റത്തെത്തിയപ്പോൾ ഞാൻ 1 ഇഞ്ച് വിട്ടിട്ടൊന്ന് കട്ട് ചെയ്തു. അതിന് ശേഷം അതിൻ്റെ അറ്റമുണ്ടല്ലോ, ഈ തയ്യൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ ഭാഗം മുകളിലേക്ക് ഒരു തുന്നൊന്ന് കഴിച്ചെടുത്തിട്ട് ഇത് മുകളിലേക്കൊന്നതുപോലെ അറ്റം മുകളിലേക്ക് ഞൊറിഞ്ഞ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ അത് അറ്റം ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കും. അത് ഇതിനോട് ചേർന്ന് നിൽക്കുമ്പം പിന്നെ അത് മടക്കി തയ്ക്കാൻ ചിലത് വൃത്തികേടാണ്. അപ്പോൾ ഇതിനോട് ചേർന്ന് നിൽക്കുമ്പോൾ നീറ്റായിട്ട് ഇതുപോലെ കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. അതിൻ്റെ അറ്റം കോളറിൻ്റെ ഭാഗത്തേക്ക് പതിച്ച് കൊടുക്കണ്ട, ഈ പടിയുടെ ഭാഗത്തേക്ക് പതിച്ച് കൊടുക്കുകയല്ല, മുകളിലേക്ക് ഞൊറിഞ്ഞിട്ട് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തില്ല ആ ഭാഗത്തേക്ക് തന്നെ വെച്ചിട്ട് യോജിപ്പിച്ചെടുക്കുക കേട്ടോ. ഇതിൻ്റെ കൈക്കുഴി ഇതാ ടേപ്പ് വെച്ചിട്ട് ഒന്ന് അളവെടുക്കുക കേട്ടോ. ഒരു ഭാഗത്ത് ഈ ടേപ്പ് ഇതുപോലെ വെച്ച് കൊടുക്കുക കണ്ടോ. ഏകദേശം അറിയാൻ വേണ്ടി ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ എത്ര വന്നത് നോക്കുക. ഒരു സൈഡിൽ നിന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത് വെക്കുമ്പോൾ 5.5 ഇഞ്ചാണ്. അതേ അളവിൽ തന്നെ ഇപ്പുറത്തും മാർക്ക് ചെയ്തിട്ട് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക. ഇത് ഹാഫ് സർക്കിളാണ്. ഫുൾ സർക്കിളാണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ പകുതിയാണ് മാർക്ക് ചെയ്യേണ്ടത്. എനിക്കിവിടെ ഹാഫ് സർക്കിളിനേ ഉള്ളൂ. 2 ലെയറിലാണ് ഞാൻ സ്ലീവിന് വെച്ച് കൊടുക്കുന്നത്. അരിക് കറക്റ്റ് ആവാണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഞൊറിവൊന്നും വേണ്ട എന്നുണ്ടെങ്കിൽ ഈ കറക്റ്റ് മാർക്കിൽ കൂടെ തന്നെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. എൻ്റെ കത്രിക പുതിയതായതുകൊണ്ട് അതിൻ്റെ ഇങ്ങനെ കൊളുത്തി പിടിക്കുന്നുണ്ട്, അതാണ് സംഭവം. അപ്പോൾ ഞാനതിൻ്റെ താഴേക്ക് 1 ഇഞ്ചും കൂടി എക്സ്ട്രാ വിട്ടിട്ടാണ് കട്ട് ചെയ്തത്. കാരണം എനിക്കവിടെ ഞൊറിവ് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ താഴേക്ക് 1 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് കട്ട് ചെയ്തെടുത്തത്. നിങ്ങൾക്ക് ഞൊറിവ് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത കട്ടിൽ കൂടെ തന്നെ കട്ട് ചെയ്തെടുക്കുക. നിങ്ങളിത് മടക്കിയിട്ട് കൊടുക്കുന്നതിന് മുന്നേ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ, എങ്ങനെയാണ് സ്ലീവിന് ഇത് വരുന്നതെന്ന്. ഉള്ളിൽ മടങ്ങി കിടക്കുകയാണോ, അതെങ്ങനെ 2 സ്ലീവിന് കിട്ടുമോ എന്നൊക്കെ നോക്കണം. എനിക്കിവിടെ മൊത്തത്തിൽ 4 സ്ലീവാണ് ഇത് കട്ട് ചെയ്ത് വരുമ്പോൾ കിട്ടുക. അപ്പോൾ ഞാൻ 2 ഒന്നിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ഭംഗി കിട്ടാൻ വേണ്ടി, ആ കളറ് കറക്റ്റ് കിട്ടാനും വേണ്ടിയിട്ട്, നേലടിക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. ഇതുപോലെ നമ്മൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് സ്ലീവ് വരിക. അപ്പോൾ നമ്മളിതായത് ഇങ്ങനെ ഞൊറിവിട്ട് കൊടുക്കുമ്പോൾ താഴെ ഭാഗം കണ്ട് തൂങ്ങി നിൽക്കണ അതില്ലാതാക്കാൻ അവിടുന്ന് ഒരു 2.5 ഇഞ്ചിൻ്റെ ഒരു പീസ് കട്ട് ചെയ്ത് കളയുക കേട്ടോ. സ്ലോപ്പ് ചെയ്ത് കൊണ്ടുവരിക അതിൻ്റെ പകുതിയിലേക്ക്. ഇതുപോലെ കട്ട് ചെയ്ത് കൊണ്ടുവരിക. താഴെ ഭാഗം അല്ലെങ്കിൽ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ തൂങ്ങി താഴേക്ക് നിൽക്കും, അതൊഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. 2.5 ഇഞ്ചാണ് ഞാനിവിടെ കട്ട് ചെയ്ത് കളഞ്ഞത്. അതിന് ശേഷം അതിൻ്റെ മുകളിൽ പകുതി വരെ ഞാനിങ്ങനെ ഞൊറിവിട്ട് കൊടുക്കും. ഇങ്ങനെ ആയിരിക്കും കേട്ടോ സ്ലീവ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സെയിം തുണിയിൽ തന്നെ എടുക്കാം കേട്ടോ. ഈ ഷിഫോണിൻ്റെ പ്രിൻ്റ് വരുന്ന ഈ തുണിയിൽ എനിക്ക് ആ തുണി തികയാത്തത് കൊണ്ടാണ് ഞാൻ നെറ്റ് എടുത്തത്. ഇനി കോളർ ലാസ്റ്റ് ഭാഗത്ത് ഞാൻ വേണമെങ്കിൽ ഉൾപ്പെടുത്താം കേട്ടോ. അത് കട്ട് ചെയ്യണത് വീഡിയോൻ്റെ ലെങ്ത്ത് കൂടണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇതിൻ്റെ മുമ്പ് ഞാൻ കട്ട് ചെയ്യണ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഒരു ടോപ്പിൻ്റെ കട്ടിങ്ങിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ലൈനിങ്ങിൽ ഞാൻ കോളർ സ്റ്റിച്ച് ചെയ്തെടുത്തു ആദ്യം. അതിന് ശേഷം ഇതിൻ്റെ മെയിൻ തുണിയിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഞാൻ അരികത്ത് കൂടെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്.
അതിന് ശേഷം ഇതിൻ്റെ താഴെ ഭാഗം കോളറിന് താഴെ ഭാഗം നെക്കിനോട് ചേർന്ന് തന്നെ ക്യാൻവാസ് വെച്ച് ഈ ഭാഗം ഞാൻ 1/4 ഇഞ്ച് ക്യാൻവാസിൻ്റെ പുറത്തേക്ക് വെച്ചിട്ട് അരികു ചേർന്ന് തയ്ച്ചെടുക്കുകയാണ് കേട്ടോ. ഇനി അടുത്ത് മറു സൈഡിലേക്കുള്ള പീസ് ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. കോളറിന് 2 പീസ് വേണമല്ലോ. ഇത് ക്യാൻവാസിനോട് ചാരി തന്നെ തയ്ച്ചെടുക്കുക. സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ഉൾഭാഗത്ത് കൂടെ കറക്റ്റ് ക്യാൻവാസിന് ചാരി സ്റ്റിച്ച് ചെയ്ത് പോവുക കേട്ടോ. ആദ്യം നമ്മൾ ചെയ്തത് ലൈനിങ്ങിൻ്റെ പീസ് മെയിൻ തുണിയും കൂടി ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ തയ്യൽ തുമ്പിനോട് ചേർന്നാണ് തയ്ച്ചെടുത്തത്. ഇത് ബാക്കിലേക്കുള്ള ബാക്കും ഫ്രണ്ടും കോളറിന് 2 പീസ് വേണ്ട. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ നമുക്ക് രണ്ടും പ്രിൻ്റ് വരുന്ന ഭാഗം തന്നെ എടുക്കുക, ഏറ്റവും നല്ലത് അതാണ്. അപ്പോൾ ഈ ഇങ്ങനെയുള്ള ലൈനിങ് ആകുമ്പോൾ അത് കാണാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇത് വൃത്തികേടായി നിൽക്കും. ഇനി അതിൻ്റെ മുകളിലേക്കുള്ള എക്സ്ട്രാ ഭാഗങ്ങൾ കട്ട് ചെയ്തതിന് ശേഷം ഇതിന് താഴേക്ക് ഒരു 1/4 ഇഞ്ച് താഴെയായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ലൈനിങ്ങും മെയിൻ തുണി അങ്ങോട്ടും ഇങ്ങോട്ടും തന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ കോളറിൻ്റെ പുറത്ത് കൂടെ അല്ല ഈ സ്റ്റിച്ച് ചെയ്യണത്. അപ്പോൾ ക്യാൻവാസ് വെച്ച് ആ പീസിൻ്റെ താഴേക്ക് 1/4 ഇഞ്ച് എക്സ്ട്രാ നിർത്തുക, എന്നിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഉൾഭാഗത്തൊക്കെ ഒന്ന് കട്ടിട്ട് കൊടുക്കുക. കറക്റ്റ് മടക്ക് ഉള്ളിലേക്ക് മടങ്ങി നിൽക്കുന്നത് നിവർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ചുളുങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി മറിച്ചെടുക്കുക കോളറ്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് അയൺ ചെയ്തിട്ടെടുക്കാം കേട്ടോ. ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. ക്യാൻവാസിൻ്റെ പീസിൽ കൊള്ളാത്ത രീതിയിൽ കട്ടിട്ട് കൊടുക്കുകയാണ്. ഇനി അതിന് ശേഷം ബാക്ക് നെക്കിൻ്റെ സെൻറ്റർ ഭാഗമാണ് നമ്മൾ മാർക്ക് ചെയ്തത്. ബാക്ക് നെക്കിലാണ് വരിക സെൻറ്റർ. ആ സെൻറ്ററിൽ നിന്ന് ഇതുപോലെ സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുപോകുക കേട്ടോ. നല്ല ഭാഗത്താണ് വെച്ച് കൊടുത്തത്. നല്ല ഭാഗങ്ങൾ ചേർന്ന് വരുന്ന രീതിയിൽ കോളറിൻ്റെ നല്ല ഭാഗവും ക്യാൻവാസ് അല്ലാത്ത പീസിൻ്റെ നല്ല ഭാഗവും യോക്കിൻ്റെ നല്ല ഭാഗവും ചേർത്ത് വെച്ച് തയ്ച്ചെടുക്കുക. തയ്യൽ തുമ്പ് കൂടി പോകരുത്, 1/4 ഇഞ്ച് മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ. അത്രയാണ് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്നത്. കറക്റ്റ് അത് തന്നെ എല്ലാ ഭാഗത്തും ഒരുപോലെ തയ്യൽ തുമ്പ് വരാൻ ശ്രദ്ധിക്കണം. സ്പീഡ് കൂട്ടിയിട്ട് കാണിക്കരുന്നത് തരിക കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടുന്നതുകൊണ്ടാണ്. ഈ കോളർ മറിച്ച് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഉൾഭാഗത്തേക്ക് ക്യാൻവാസിൻ്റെ ഭാഗം വരെ കോളറിൻ്റെ ഭാഗം പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക.
കോളർ കട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇടാത്തത്, ഇതിന് മുമ്പ് ഞാൻ ടോപ്പ് കാണിച്ചിട്ടുണ്ട്. ഇനി വരാനുള്ള വീഡിയോയിൽ ഒരു റൗണ്ട് കോളറുണ്ട്, അപ്പോൾ അതുകൊണ്ട് കാണിക്കാതെ നിന്നതാണ്. ഇനിയിപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചോദിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഞാൻ ലാസ്റ്റ് പേപ്പറിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് അരികത്ത് കൂടെ മുകളിലേക്ക് കൊണ്ടുപോകുക കേട്ടോ. അരിക് ചേർന്ന് മുകളിൽ കൂടെ താഴേക്ക് തന്നെ സ്റ്റിച്ച് ചെയ്ത് വരിക. സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ തന്നെ കെട്ടിട്ട് നിർത്തി കൊടുക്കുക കേട്ടോ. എപ്പോഴും കോളർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അറ്റത്തുനിന്ന് തുടങ്ങരുത്. 1 ഇഞ്ച് ഇപ്പുറത്തുനിന്നോ അല്ലെങ്കിൽ 1/2 ഇഞ്ച് ഇപ്പുറത്തുനിന്നോ സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടെ തന്നെ കൊണ്ടുവന്ന് നിർത്തുക. എങ്കിൽ കെട്ടിടുമ്പോൾ എന്താ വെച്ചാൽ അതിൻ്റെ അറ്റത്ത് തന്നെ കെട്ട് വൃത്തികേടാണ്. ഇതുപോലെ നമ്മൾ തയ്ച്ചെടുത്തിട്ട് ഇനി ബട്ടൺ വെക്കുന്നതാണ്. ഞാൻ മെഷീനിൽ വെച്ച് തന്നെ സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് വളരെ കുറച്ചിട്ട്, അത്യാവശ്യം വേണ്ട 2-3 ബട്ടനാണെങ്കിൽ ഞാൻ പുറത്ത് കൊണ്ട് ചെയ്യലില്ല. അപ്പം മെഷീനിൽ തന്നെ വെച്ചിട്ട് ചെയ്യലാണ്. അതല്ലെങ്കിൽ ഉഷയുടെ ഒക്കെ നമ്മൾ ടേബിൾ ടോപ്പ് മെഷീൻ ഉണ്ടല്ലോ, അതിൽ വെച്ചിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 3 ബട്ടനാണ് ഞാൻ കൊടുക്കുന്നത്. സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് വളരെ കുറച്ചിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ആദ്യം എത്ര ബട്ടൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തെടുക്കണം കേട്ടോ. 4 സൈഡും സ്റ്റിച്ച് ചെയ്ത് റൗണ്ടിൽ സ്റ്റിച്ച്, ഒരു പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് മാത്രമേ അതിൻ്റെ സെൻറ്ററിൽ ഉണ്ടാകാൻ പാടുള്ളൂ. ഇപ്പോൾ ത്രെഡൊക്കെ നമ്മൾ തുന്ന് പൊടിച്ചെടുക്കുന്ന സൂചി ഉപയോഗിച്ചിട്ട് വേണം അതിന് ഹോൾ ഇട്ട് കൊടുക്കാൻ, സെൻറ്ററിൽ കൂടെ കുത്തിയിട്ട്. എൻ്റെ ഒച്ച പനി വന്ന് അടഞ്ഞതാണ്. ഒരടുപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ബട്ടനാണോ വേണ്ടത് അതിനനുസരിച്ച് അവിടെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ സിബ് കൊടുക്കാത്തത്, ഈ ബട്ടൺ ഇവിടെ ഉണ്ടാകുമ്പോൾ സിബിൻ്റെ ആവശ്യമില്ലല്ലോ, അതുകൊണ്ടാണ്. പിന്നെ സിബ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഞെറിവിട്ട് കൊടുക്കുമ്പോൾ കറക്റ്റ് നെക്കിൻ്റെ ഭാഗത്ത് കറക്റ്റായി കിട്ടുമല്ല, അവിടേക്കൊരു സ്പ്ലിറ്റ് വരും. ഇനി ഇതിൻ്റെ സ്ലീവ് ഇതാക്കണം. ഞാൻ 2 പീസും എടുത്തിട്ട് യോജിപ്പിച്ചിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. ഇതിൻ്റെ ഹാഫ് എന്നാണ് ചെറിയ ചെറിയ ഞെറിവുകൾ 1 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഞെറിവ് ഇടണം നിർബന്ധമില്ലെങ്കിൽ വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ കറക്റ്റ് നിങ്ങൾ കട്ട് ചെയ്തെടുത്താൽ മതി. ആം ഹോളിൻ്റെ എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ച്. ഇത് ആം ഹോളിൻ്റെ ഭാഗമൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കറക്റ്റ് ഷേപ്പ് ചെയ്തതിന് ശേഷം റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവും, ഒന്നും കൂടി നന്നാവുക കേട്ടോ. ഇത് എല്ലാവർക്കും സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഈ കാണിച്ചു തന്നത്. അങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ട്. ലൂസാക്കണമെങ്കിലൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. ഉടുപ്പിട്ടിട്ട് ടൈറ്റ് ആക്കണമെങ്കിൽ ലൂസാക്കണമെങ്കിലും ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കാണിച്ചു തരുന്നത് കേട്ടോ. അതല്ലെങ്കിൽ കൈക്കൊഴീൻ്റെ അവിടെ ഷേപ്പ് കറക്റ്റായി മാർക്ക് ചെയ്തിട്ട് ആദ്യം ചെസ്റ്റ് അളവ് കൂട്ടിയെടുക്കുക. അതിന് ശേഷം സ്ലീവും എത്രയാണോ വരേണ്ടതെന്ന് വെച്ചാൽ ചെക്ക് ചെയ്തിട്ട് കൂട്ടിയിട്ട് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഇതിൻ്റെ 2 ലെയറും കൂടി ഞാൻ പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ. താഴെ ഭാഗം സെപ്പറേറ്റ് ആയി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതാ ഞാൻ ആ ഞൊറി വിട്ട് കൊടുത്തതിൻ്റെ ബാക്കി ഇതുപോലെ വെച്ച് കൊടുക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒന്നും കൂടി നന്നാവും. ഇതാ ഒരു ഭാഗം ഞാൻ ഷേപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഞാനിത് പല രീതിയിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ രീതിയിലും നിങ്ങൾക്ക് അറിയണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ചെയ്യണത് ഈ രീതിയിലാണ്. ഒരു ഭാഗം ഷേപ്പ് ചെയ്ത് കറക്റ്റ് നിങ്ങളെടുക്കുക കേട്ടോ.
ഇനി നമുക്കൊന്ന് ആദ്യം കട്ട് ചെയ്ത ആ പീസ് നമുക്കൊന്ന് ഞൊറിവിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിൽ ബാക്കിയുണ്ടെങ്കിൽ ഒരു വള്ളി വെച്ച് കൊടുക്കുക കേട്ടോ. നിങ്ങൾ യോക്കിൻ്റെ ഉള്ളിൽ ഞാനത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ യോക്കിനോട് അറ്റം ഷേപ്പ് ചെയ്യൂലേ ആ ഭാഗത്തല്ല വെച്ച് കൊടുത്തത്. ഞാൻ കുറച്ചും കൂടെ സെൻറ്റർക്ക് നീക്കിയിട്ടാണ് ഞാൻ ആ വള്ളി ലാസ്റ്റാണ് വെച്ച് കൊടുത്തത്. അതുകൊണ്ട് ഇതിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ഒന്ന് കുഴഞ്ഞിരിക്കുന്ന തുണിയായതുകൊണ്ട് നിങ്ങൾക്ക് അടി ഇങ്ങനെ ഇട്ടാൽ ഇങ്ങനെ ഇടണമെന്നുണ്ടെങ്കിൽ പ്ലെയിനാക്കി ഇങ്ങനെ ഇട്ടാൽ മതി. ഇങ്ങനെ മടക്കി തയ്ക്കാതെ വേണമെങ്കിൽ ഇടുക. അതല്ലെങ്കിൽ ലോക്ക് ചെയ്യുക, അല്ലെങ്കിൽ മടക്കി തയ്ക്കതിൽ എന്തെങ്കിലും ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഞൊറിവ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. കുഴഞ്ഞ നെറ്റായതുകൊണ്ട് കുടുങ്ങാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ഓരോന്നായിട്ട് യോജിപ്പിച്ചെടുക്കുകയാണ്. സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് കൂട്ടിയിട്ട് നിങ്ങൾ യോജിപ്പിച്ചെടുത്ത് ഇങ്ങനെ യോക്കിൽ അറ്റാച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി അടുത്ത ലെയറും ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കുക. ഞാൻ പറഞ്ഞാൽ 2 പ്രാവശ്യമായിട്ടാണ് ഞാൻ ഞൊറിവിട്ട് കൊടുക്കുന്നതെന്ന്. അപ്പോൾ രണ്ടാമത്തെ ലെയർ ഇതുപോലെ വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് കോട്ടൺ ലൈനിങ്ങൊക്കെ വേണമെങ്കിൽ ഉൾപ്പെടുത്താം കേട്ടോ. അവർ തന്നത് വെച്ചിട്ടാണ് ഞാനിത് ചെയ്തത്. ഇതാ ക്രേപ്പിൻ്റെ ലൈനിങ് ഞാനിതുപോലെ ഞൊറിവിട്ടിട്ട് ഇതും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഡബിൾ സ്റ്റിച്ച് വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. ഈ ലോക്കിന് പകരം നിങ്ങൾക്ക് ഇതിൻ്റെ അറ്റത്ത് കൂടെ വേണമെങ്കിൽ ഒരു സ്റ്റിച്ച് കൊടുക്കാം. തയ്യൽ തുമ്പുകൾ കറക്റ്റ് പതിഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ട്. ഇനി അതുപോലെ എടുത്തിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ സ്ലീവിൻ്റെ അറ്റമൊന്നും ചെയ്തിട്ടില്ല, അത് ലാസ്റ്റ് ഞാൻ മടക്കി തയ്ക്കും. നിങ്ങൾക്കിത് ഇങ്ങനെ കുഴഞ്ഞ നെറ്റിന് പകരം സ്റ്റിഫായിട്ടുള്ള നെറ്റാണെങ്കിൽ താഴെ ഇങ്ങനെ 4 നെറ്റിൻ്റെ പീസും നിങ്ങൾക്ക് വേണമെങ്കിൽ കറക്റ്റ് ഒപ്പം വെച്ചിട്ട് താഴെ വരെ തയ്ച്ചെടുക്കാം കേട്ടോ. ലൈനിങ് അടിച്ചിട്ടില്ല, അപ്പോൾ അത് മറന്നു പോയതാണ്. അപ്പോൾ ഞാനവിടെ നിർത്തിയിട്ട് ലൈനിങ് ഒന്ന് മടക്കി തയ്ച്ചെടുക്കുകയാണ്. ഇനി ഇങ്ങനെ നിർത്തിയിട്ട് ഈ സമയത്ത് നിങ്ങൾക്ക് ഈ 2 നെറ്റിൻ്റെ പീസും കൂടെ ഇപ്പോൾ 4 പീസ് വരും കേട്ടോ. 2 ഭാഗത്തുനിന്നും കൂടി വരുമ്പോൾ 4 എണ്ണം ആയി വരും. അപ്പോൾ അതിൻ്റെ അറ്റങ്ങൾ ഇതുപോലെ ഒപ്പം വെച്ച് തയ്ച്ചെടുക്കരുത് ലോക്ക് ചെയ്യുകയാണെങ്കിൽ. അതെല്ലാം നിങ്ങളിങ്ങനെ തന്നെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ അത് ലോക്ക് ചെയ്യുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് വേണം. അതിനനുസരിച്ച് നിങ്ങൾ താഴെ പകുതി എത്തുമ്പം രണ്ടാമത്തെ ലെയറിൽ നെറ്റ് ഒന്ന് സെപ്പറേറ്റ് ആക്കി കൊടുക്കണം കേട്ടോ. മടക്കി തയ്ക്കുകയാണെങ്കിലും അങ്ങനെ സെപ്പറേറ്റ് ആക്കി കൊടുക്കുക. ഞാനങ്ങനെ സെപ്പറേറ്റ് ആക്കി കൊടുത്തിട്ട് താഴെ വന്നപ്പം ഇനി അതിന് ശേഷം ലൈനിങ് ഇതുപോലെ കൂട്ടി താഴെ വരെ തയ്ച്ചെടുത്തു. അതിന് ശേഷം ഇതാക്കണം സ്ലീവിൻ്റെ അറ്റം മടക്കി തയ്ച്ചെടുക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്യുക. സ്കേർട്ടിൻ്റെ താഴെ ഭാഗം ഞാൻ മടക്കി തയ്ക്കണത് ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ ഈ വീഡിയോയിൽ. അങ്ങനെ മടക്കി അതുപോലെ ചെയ്തെടുത്താൽ മതി, സ്ലീവ് ചെയ്യണ പോലെ. സെക്കൻഡ് ലെയർ ഒത്തിരി വീതിയിൽ മടക്കി തയ്ച്ചെടുക്കുക കേട്ടോ. നമുക്ക് കോളർ എങ്ങനെ കട്ട് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ ഞാൻ ഈ പേപ്പറിലാണ് കാണിച്ചു തരുന്നത്. നിങ്ങൾ ക്യാൻവാസ് ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെ മടക്കുക കേട്ടോ. കോളറിന് എത്ര ലെങ്ത്താണോ വേണ്ടത് അതിനനുസരിച്ചാണ് ക്യാൻവാസ് എടുക്കേണ്ടത്. ഇപ്പോൾ നമ്മളൊരു 17 ഇഞ്ചാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ 17 ഇഞ്ച് തന്നെ
അതിൽ നിന്നൊരു 1/4 ഇഞ്ച് കുറച്ച് കൊടുക്കുക കേട്ടോ ക്യാൻവാസിൻ്റെ ലെങ്ത്ത്. എന്നിട്ട് നടുമടക്കുക. മുകൾ ഭാഗം കറക്റ്റ് നേരെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. അതിന് ശേഷം 2.5 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യുക കേട്ടോ. താഴേക്ക് 2.5 ഇഞ്ച് എടുക്കുന്നത് നെക്കിന് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്ത ലെങ്ത്താണ്. ഫ്രണ്ട് നെക്കിന് 2.5 ഇഞ്ചാണ് ലെങ്ത്ത് കൊടുത്തത്. ലെങ്ത്തിന് താഴേക്ക് ഇറക്കം കൊടുത്തത് ആ 2.5 ഇഞ്ചാണ് ഞാൻ എടുത്തതുപോലെ. ഇതിന് എത്രയാണ് വിടുത്ത്? 2.5 ഇഞ്ച് തന്നെയാണ് ഞാനിവിടെ വിടുത്തും കൊടുത്തത് നെക്കിന്. അപ്പോൾ ഞാനിവിടെ 2.5 ഇത് പേപ്പർ കുറവായതുകൊണ്ട് 2 ഇഞ്ച് കൊടുക്കുകയാണ് കേട്ടോ. നിങ്ങളെടുക്കുമ്പോൾ 2.5 ഇഞ്ച് തന്നെ എടുക്കുക. ക്യാൻവാസ് എനിക്കിവിടെ ലെങ്ത്ത് കുറവാണ് കിട്ടിയത്. അപ്പോൾ 2.5 ഇഞ്ച് വീതി എടുത്തു, 2.5 ഇഞ്ച് നീളം എടുത്തു കേട്ടോ. അപ്പം നെക്ക് നിങ്ങൾ 3 ഇഞ്ചാണ് എടുക്കണമെന്ന് വെച്ചാൽ ആ 3 ഇഞ്ച് എടുക്കുക. അതിന് ശേഷം ഇതിൻ്റെ കണ്ടോ ഈ താഴെ ഭാഗത്തേക്ക് ഇതുപോലെ വരച്ചെടുക്കുക. ഇപ്പോൾ ക്യാൻവാസിൻ്റെ ലെങ്ത്ത് നിങ്ങൾ കോളർ അളവ് എടുത്തിട്ട് അതിൻ്റെ പകുതിയാണ് എടുക്കേണ്ടത് കേട്ടോ. അങ്ങനെ അതിൻ്റെ പകുതി ഇക്കാരം ഈ ഇപ്പം ഞാൻ ഈ മാർക്ക് ചെയ്ത ആ ഭാഗത്തേക്ക് നിങ്ങളിങ്ങനെ മാർക്ക് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇത്രയാണ് ഈ പേപ്പറിന് വീതി നീളമൊക്കെ കിട്ടിയത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ നിങ്ങളത് അളവെടുത്ത് നോക്കുക കോളർ എത്രയാണോ നിങ്ങൾക്ക് വരേണ്ടത്. അപ്പോൾ അതിൻ്റെ പകുതിയാണ് ഈ മടക്കുമ്പോൾ നിങ്ങളിവിടെ മാർക്ക് ചെയ്യേണ്ടത്. റൗണ്ട് മൊത്തത്തിൽ അളവെടുത്തിട്ട് എത്രയാണോ കിട്ടുന്നത് അത്രയും ക്യാൻവാസ് എടുക്കുക. അതിനെക്കാട്ടിൽ 1/4 ഇഞ്ച് കുറച്ചെടുത്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ 1/4 ഇഞ്ച് കുറച്ചിട്ട് എങ്ങനെ അളവെടുക്കണമെന്ന് വെച്ചാൽ ഞാൻ ഇതിന് മുമ്പൊക്കെ കാണിച്ചിട്ടുണ്ട്. 1/4 ഇഞ്ച് ഇപ്പുറത്തായിട്ട് ഇതുപോലെ അളവെടുക്കുക കേട്ടോ നെക്കിൻ്റെ. എന്നിട്ട് എത്രയാണോ ഇതിൽ നിങ്ങൾ അളവെടുക്കുക. ഈ പേപ്പറിൽ നിങ്ങൾ ടേപ്പ് കൊണ്ട് ഇതിന് വീതി മാർക്ക് ചെയ്യുക കേട്ടോ. 1/4 ഇഞ്ചാണെങ്കിൽ 1/4 ഇഞ്ച്, 1 ഇഞ്ചാണെങ്കിൽ 1 ഇഞ്ച് ഇതുപോലെ നിങ്ങൾ ടേപ്പ് വെച്ചിട്ട് കറക്റ്റ് ഒരേ ലെവലിലേക്ക് എടുത്താൽ മതി. ഇപ്പം റഫായിട്ട് വെറുതെ ഒന്ന് വരച്ചതായതുകൊണ്ടാണ് അങ്ങനെ കാണിക്കാത്തത്. ഇനി നിങ്ങളിതിൻ്റെ മുകൾ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗമാണ് നമുക്ക് നെക്കിനോട് ചേർന്ന് വരുന്ന ഭാഗം, കോളർ അറ്റാച്ച് ചെയ്യണത്. അവിടെയാണ് നിങ്ങൾ അളവെടുക്കേണ്ടത്. തുണിയിൽ എത്രയാണോ നിങ്ങൾ ക്യാൻവാസിന് ഈ ക്യാൻവാസ് വേണ്ടത് നെക്കിൻ്റെ ലെങ്ത്ത് അളവെടുത്ത് എത്രയാണോ അത് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് എത്രയാണോ കിട്ടിയത് അത് ഞാൻ ഇവിടെ ഒരു 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഈ 5.5 ഇതുപോലെ നേരെ ഒന്ന് വരച്ച് കൊടുക്കുക. ഇതുപോലെ നേരെ മാർക്ക് ചെയ്തതിന് ശേഷം അതുപോലെ ഷേപ്പ് വേണമെങ്കിൽ ഇതുപോലെ ഒന്ന് നിങ്ങൾ ഷേപ്പ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ താഴെ ഭാഗമാണ് നമുക്ക് കോളറിൻ്റെ ലെങ്ത്ത് ആയിട്ട് വരേണ്ടത്. അവിടെയാണ് നിങ്ങൾ അളവെടുക്കേണ്ടത് കേട്ടോ. ഉൾഭാഗത്ത് പോയിട്ട് അളവെടുക്കരുത്. ഉൾഭാഗം നെക്കിൻ്റെ മുകളിലേക്ക് വരുന്ന ഭാഗമാണ്. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് 2.5 ഉള്ളത് നെക്കിന് നിങ്ങൾ 3 ഇഞ്ചാണോ കൊടുത്തത് ലെങ്ത്ത് വെച്ചാൽ 3 ഇഞ്ചിൽ വേണം ക്യാൻവാസ് എടുക്കാൻ. അതുപോലെ വിടുത്തും നിങ്ങൾ 3 ഇഞ്ചാണെങ്കിൽ ആ 3 ഇഞ്ച് വിടുത്ത് കൊടുക്കുക കേട്ടോ. അതിന് ശേഷമാണ് ആ സൈഡിലേക്ക് എത്രയാണോ വന്നത് ആ സൈഡിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാൻ, വരച്ചെടുക്കാൻ, കർവ് ചെയ്ത് വരച്ചെടുക്കാൻ. ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്കതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ.